അധ്യായം 6. സമീറയുടെ കഥ. ശരീരമകന്നാൽ മനസ്സും അകലും. വിവാഹങ്ങൾ തകരുന്നത് എല്ലായ്പ്പോഴും വലിയ തെറ്റുകൾ കൊണ്ടല്ല, മറിച്ച് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ തെറ്റുകൾ കാരണമാകാം. അന്ന് ഞാൻ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി സൗജന്യ ലീഡർഷിപ്പ് സെഷൻ നടത്തുകയായിരുന്നു. വ്യക്തി ജീവിതത്തിലും ജോലിയിലും തീരുമാനങ്ങളുടെ പ്രാധാന്യം എന്നതായിരുന്നു വിഷയം. ഒട്ടനവധി ആളുകളുടെ യഥാർത്ഥ ജീവിതം കൂട്ടിയിണക്കിയുള്ള ആ ക്ലാസ്സിൽ ഉപദേശരൂപേണ ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ ചില തീരുമാനങ്ങൾക്ക് ഒരു മിനിറ്റ് മതി, പക്ഷേ അതിൻ്റെ വില ചിലപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ കൊടുക്കേണ്ടി വരും. സെഷൻ കഴിഞ്ഞപ്പോൾ ആളുകൾ പതിയെ പിരിഞ്ഞു പോകാൻ തുടങ്ങി. എന്നാൽ അവസാന നിരയിൽ ഇരുന്നിരുന്ന ഒരു സ്ത്രീ മാത്രം എഴുന്നേറ്റില്ല. ഏകദേശം 34 വയസ്സുണ്ടാവും. മുഖത്ത് ദാരിദ്ര്യത്തിന്റെ വിളർച്ച കാണാമായിരുന്നു. കണ്ണുകൾക്ക് ചുറ്റും ഉറക്കമില്ലായ്മയുടെ കറുത്ത പാടുകൾ. വസ്ത്രധാരണത്തിൽ തന്നെ ദാരിദ്ര്യത്തിന്റെ ലക്ഷണങ്ങൾ വ്യക്തമായിരുന്നു. അവളുടെ 2 കൈകളും തമ്മിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അടുത്തേക്ക് ചെന്നു. എന്നെ കണ്ടപ്പോൾ അവർ ചാടി എഴുന്നേറ്റു. എന്താണ് വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പതുക്കെ ചോദിച്ചു. അവൾ തലകുനിച്ച് അല്പനേരം മിണ്ടാതെ നിന്ന ശേഷം ചോദിച്ചു, സർ, ഞാൻ എൻ്റെ ജീവിതത്തെപ്പറ്റി ഓർക്കുകയായിരുന്നു. അവരുടെ സംസാരം കേട്ടപ്പോൾ അവർക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ അവരുടെ അടുത്തിരുന്ന കസേരയിൽ ഇരുന്നു. പറയൂ, എന്തു പറ്റി? അവർ പതുക്കെ പറഞ്ഞു, എൻ്റെ പേര് സമീറ. അവർ അവരുടെ കഥ പറയാൻ തുടങ്ങി. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച സമീറ വിവാഹിതയായത് വെറും 19 വയസ്സിൽ. ജീവിതത്തെക്കുറിച്ച് വലിയ പരിചയമൊന്നുമില്ലാത്ത പ്രായം. സ്വന്തമായി വരുമാനമില്ല, ഉയർന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല, ഒരു ജോലി പോലും ചെയ്തിട്ടില്ല. ഒരു വീടിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം എന്താണെന്ന് അറിയില്ല. വിവാഹം എന്നത് അവളുടെ മനസ്സിൽ ഒരു യാഥാർത്ഥ്യമല്ലായിരുന്നു. പൈങ്കിളി കഥകളിലെ കാമുകി കാമുകന്മാരായിട്ടായിരുന്നു സമീറ അവരെയും ഭർത്താവിനെയും കണ്ടിരുന്നത്. അവർക്ക് എല്ലാം ഒരു സ്വപ്നമായിരുന്നു. സിനിമകളിൽ കണ്ടതുപോലെ എപ്പോഴും കൂടെ ഇരിക്കുന്ന ഭർത്താവ്, എല്ലാ കാര്യവും പങ്കുവയ്ക്കുന്ന ജീവിതം, പിറന്നാളിൽ സർപ്രൈസ്, വൈകുന്നേരങ്ങളിൽ യാത്ര, ഫോൺ വിളികൾ, സ്നേഹപൂർവമായ സന്ദേശങ്ങൾ. അവളുടെ മനസ്സിൽ വിവാഹ ജീവിതം ഒരു നീണ്ട പ്രണയകഥയായിരുന്നു. പക്ഷെ ജീവിതം സിനിമയിലെ പോലെ അല്ലല്ലോ. യഥാർത്ഥ ജീവിതത്തിൽ വൈദ്യുതി ബില്ലുണ്ട്, വാടകയുണ്ട്, കടമുണ്ട്, ബിസിനസ്സുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, ക്ഷീണമുണ്ട്. ചില ദിവസങ്ങളിൽ അന്യോന്യം സംസാരിക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല. അത് അവൾക്കറിയില്ലായിരുന്നു. അവൾ വിവാഹം കഴിച്ച പുരുഷന് 30 വയസ്സായിരുന്നു. ഒരു ചെറിയ ബിസിനസ് നടത്തുകയായിരുന്നു അയാൾ. രാവിലെ വളരെ നേരത്തെ പുറപ്പെടും. കട താമസിച്ചു തുറന്നാൽ കടയിലുള്ള ആളുകൾ മറ്റു കടകൾ തേടും. ബിസിനസിന്റെ നിലനിൽപ്പ് തന്നെ അയാളുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. ചില ദിവസങ്ങളിൽ വീട്ടെത്തുമ്പോൾ രാത്രി ഏറെ വൈകും. അവൾ കാത്തിരിക്കും. ആദ്യകാലത്ത് സന്തോഷത്തോടെ, പിന്നീട് അസ്വസ്ഥതയോടെ. അവൾ അയാളെ വൈകിയെത്തുന്നതിനെ പറ്റി പലപ്പോഴും അയാളോട് പരിഭവപ്പെട്ടു. ഇത്ര വൈകാൻ എന്തായിരുന്നു കാരണം? അയാൾ പറഞ്ഞു, ബിസിനസ് കാര്യമുണ്ടായിരുന്നു. ഇത് സ്ഥിരം പല്ലവിയായിരുന്നു. അവൾക്ക് ആ മറുപടി മതിയായിരുന്നില്ല. അവൾക്ക് വേണ്ടത് സമയം, അയാൾക്ക് വേണ്ടത് സ്ഥിരത, അവൾക്ക് വേണ്ടത് സാന്നിധ്യം. അയാൾ ഓടിക്കൊണ്ടിരുന്നത് കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭാവിക്കായി. ഇരുവരുടെയും ആവശ്യങ്ങൾ തെറ്റായിരുന്നില്ല, പക്ഷേ ഒരാളുടെ രോഗം മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ആദ്യ പിണക്കം, ആദ്യത്തെ വലിയ തർക്കം പോലും വലിയൊരു കാര്യം കൊണ്ടായിരുന്നില്ല. ഒരു അഭിപ്രായ വ്യത്യാസം, ചില സൗന്ദര്യ പിണക്കങ്ങൾ, അത് പിന്നീട് കഠിന വാക്കുകളാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഒരു ദിവസം സമീറ വസ്ത്രങ്ങൾ പാക്ക് ചെയ്തു. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. കോപം മാറിയാൽ അവൾ തിരികെ വരും എന്ന് അയാൾ കരുതി. പക്ഷേ സമീറയുടെ മനസ്സിൽ മറ്റൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവൻ തന്നെ വരണം, അവൻ വരണം, അച്ഛനോടും അമ്മയോടും സംസാരിക്കണം, എന്നെ സമാധാനിപ്പിക്കണം, കാറിൽ കയറ്റി കൊണ്ടുപോകണം. അവൾ കാത്തിരുന്നു. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം. അവസാനം അയാൾ വന്നു, സംസാരിച്ചു, അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് മറ്റൊരു അഭിപ്രായ വ്യത്യാസം, സ്വന്തം വീട്. വീണ്ടും കാത്തിരിപ്പ്. വീണ്ടും ഭർത്താവ് വന്നു, വീണ്ടും തിരികെ പോയി. ക്രമേണ ഇത് ഒരു ശീലമായി. ഭർത്താവ് അല്പം ശബ്ദമുയർത്തിയാൽ വീട്, ഒരാവശ്യത്തിന് ഇല്ല എന്ന് പറഞ്ഞാൽ വീട്, ഫോൺ ചെയ്യാൻ വൈകിയാൽ വീട്, ബന്ധത്തിൽ പൊരുത്തക്കേട് വന്നാൽ സംസാരിക്കാതെ പരിഹരിക്കാതെ വീണ്ടും വീട്ടിലേക്ക് പോകും. ഇവിടെ മറ്റൊരു കാര്യം സംഭവിച്ചു. സമീറയുടെ മാതാപിതാക്കൾ അവളെ സ്വീകരിച്ചു. അതിൽ തെറ്റില്ല. മകളെ സ്വീകരിക്കണം.
സുരക്ഷ ആവശ്യമായ സാഹചര്യത്തിൽ തീർച്ചയായും സംരക്ഷിക്കണം. പക്ഷേ എല്ലാ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനും നീ തിരികെ പോയി ഇരുവരും സംസാരിക്കണം എന്നാരും പറഞ്ഞില്ല. പകരം ചിലപ്പോഴെങ്കിലും കേട്ട വാക്കുകൾ അവൻ തന്നെ വരട്ടെ. എന്തിനാണ് നീ ആദ്യം പോകുന്നത്? നിന്നെ വിലമതിക്കുന്നുണ്ടെങ്കിൽ അവൻ വരും. അവൾക്കത് പിന്തുണയായി തോന്നി. പക്ഷേ ചില പിന്തുണകൾ ബന്ധം രക്ഷിക്കില്ല, മറിച്ച് ബന്ധത്തിൻ്റെ അഹങ്കാരത്തെ വളർത്തും. മാതാപിതാക്കളുടെ പങ്ക് ഇവിടെ ഒരു വലിയ അളവിലാണ്. ഇവിടെ ഒരു വലിയ പാഠമുണ്ട്. മകളായാലും മകനായാലും വിവാഹിതരായ മകൻ മകൾ അവർ സ്വന്തം വീട്ടിലേക്ക് പരാതിയുമായി വരുമ്പോൾ മാതാപിതാക്കളുടെ ആദ്യ ചുമതല പക്ഷം പിടിക്കുകയല്ല, സത്യം മനസ്സിലാക്കുക. ഗാർഹിക പീഡനം ഉണ്ടെങ്കിൽ സംരക്ഷിക്കണം. അപമാനം, ആക്രമം, ചൂഷണം ഇവയുണ്ടെങ്കിൽ ശക്തമായി ഇടപെടണം. പക്ഷേ സാധാരണ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോൾ ഓരോ തവണയും മകളോട് അവിടെ പോകരുത് എന്ന് പറയുന്നതും മകനോട് നീ എന്തിന് അവളെ സഹിക്കണം എന്ന് പറയുന്നതും വിവാഹത്തെ രക്ഷിക്കുന്ന മാതാപിതൃത്വമല്ല. ചിലപ്പോൾ മാതാപിതാക്കൾ പറയേണ്ട ഏറ്റവും പക്വമായ വാക്ക്, ഇത് നിങ്ങളുടെ ജീവിതമാണ്, ശാന്തരാകൂ, സംസാരിക്കൂ, അഹങ്കാരത്തെക്കാൾ ബന്ധത്തെ വലിയതായി കാണൂ. ശരീരമകന്നപ്പോൾ ആദ്യകാലത്ത് സമീറയുടെ വീട്ടിലേക്കുള്ള യാത്ര 2 ദിവസമായിരുന്നു. പിന്നീട് 3 ദിവസം, ഒരാഴ്ച, 15 ദിവസം, 1 മാസം. ഓരോ തവണയും ഭർത്താവ് പോയി കൂട്ടിക്കൊണ്ടുവരുന്നത് കുറയാൻ തുടങ്ങി. ഒരിക്കൽ അയാൾ പറഞ്ഞു, സമീറ, ഓരോ പ്രശ്നത്തിനും ഇങ്ങനെ പോകുന്നത് ശരിയല്ല. അവൾ അതിൽ കേട്ടത് അവൻ എന്നെ സ്നേഹിക്കുന്നില്ല. പക്ഷെ അയാൾ പറഞ്ഞിരുന്നത് മറ്റൊന്നായിരുന്നു, നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്രശ്നം പരിഹരിക്കാം. അവൾ കേട്ടില്ല. അവനും പിന്നെ സംസാരിക്കാൻ ഉത്സാഹം കാട്ടിയില്ല. ഒരു ദിവസം സമീറ വീണ്ടും വീട്ടിലേക്ക് പോയി. അവൾ കാത്തിരുന്നു. 1 ദിവസം, ഒരാഴ്ച, 1 മാസം. അയാൾ വന്നില്ല. അവൾ കരുതി വരും. 2-ാമത്തെ മാസം, 3-ാമത്തെ മാസം, 4-ാമത്തെ മാസം. ഇരുവരുടെയും ഇടയിൽ വന്ന ഭൗതിക ദൂരം മനസ്സിലേക്കും കയറി തുടങ്ങി. ഫോൺ കോളുകൾ കുറഞ്ഞു, സന്ദേശങ്ങൾ കുറഞ്ഞു, കോപം കൂടി. ബന്ധുക്കളുടെ അഭിപ്രായങ്ങൾ കൂടിയായപ്പോൾ അഹങ്കാരം വളർന്നു. നിശബ്ദത സാധാരണമായി. ഇതാണ് ബന്ധങ്ങളിൽ പലരും തിരിച്ചറിയാതെ പോകുന്ന സത്യം. ശരീരങ്ങൾ നിരന്തരം അകന്നു താമസിക്കുമ്പോൾ മനസ്സുകളും അകന്നു പോകാൻ സാധ്യതയുണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. പക്ഷേ പരിഹരിക്കാത്ത മുറിവുകൾക്കൊപ്പം ദൂരം കൂടിയാൽ ഓർമ്മകൾക്കിടയിൽ കോപം വളരും, സ്നേഹത്തിനിടയിൽ സംശയം വളരും. 8 മാസം, ഏകദേശം 8 മാസം അവർ വേർപിരിഞ്ഞ് ജീവിച്ചു. അവസാനം 2 കുടുംബങ്ങളും ഇടപെട്ടു. ചില മുതിർന്നവർ സംസാരിച്ചു, സുഹൃത്തുക്കൾ സംസാരിച്ചു. ഒരു സമാധാനമുണ്ടായി. വീണ്ടും അവർ ഒന്നിച്ചു. ആദ്യ ദിവസങ്ങൾ നല്ലതായിരുന്നു. രണ്ടുപേരും ശ്രമിച്ചു. പുതിയ തുടക്കം പോലെ തോന്നി. അതിനിടയിൽ സമീറ 2-ാമതും ഗർഭിണിയായി. കുടുംബത്തിൽ സന്തോഷം. അവൾ കരുതി ഇനി എല്ലാം മാറും. പക്ഷേ കുഞ്ഞിൻ്റെ ജനനം പഴയ പെരുമാറ്റ രീതികളെ സ്വയം മാറ്റിയില്ല. പ്രശ്നങ്ങളുടെ വേരുകൾ സംസാരിച്ചില്ലെങ്കിൽ അവ വീണ്ടും മുളയ്ക്കും. വീണ്ടും പഴയ കഥ, വീണ്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, വീണ്ടും കോപം, വീണ്ടും വീട്ടിലേക്ക് പോകൽ. പക്ഷേ ഇത്തവണ ഭർത്താവ് പഴയ മനുഷ്യനല്ലായിരുന്നു. അയാൾക്കും ക്ഷീണമുണ്ടായിരുന്നു. ഓരോ തവണയും ഭാര്യയെ തേടി പോകണം, കുടുംബാംഗങ്ങളോട് വിശദീകരിക്കണം, വീണ്ടും കൂട്ടിക്കൊണ്ടുവരണം. വീണ്ടും അതേ സംഭവം. ഒരു ഘട്ടത്തിൽ അയാൾ പറഞ്ഞിരിക്കാം, എത്ര കാലം? ഇത് ക്രൂരതയാവണമെന്നില്ല. അതൊരു ക്ഷീണിച്ച മനുഷ്യൻ്റെ ചോദ്യം കൂടിയാകാം. ഇതിനെല്ലാം ഇടയിൽ ബിസിനസ്, സാമ്പത്തിക സമ്മർദ്ദം, കുടുംബച്ചെലവ്, ബന്ധുക്കളുടെ ഇടപെടൽ. അവസാനം അയാൾ വരുന്നത് നിർത്തി. ആദ്യം കുറച്ച്, പിന്നീട് പൂർണ്ണമായി. ഇന്ന് സമീറ 34 വയസ്സുകാരിയാണ്. അവളുടെ അടുത്ത് 2 പെൺമക്കൾ. ഒരാൾ 8 വയസ്സുകാരി, മറ്റേയാൾ 4 വയസ്സുകാരി. അവർ താമസിക്കുന്നത് സമീറയുടെ വയോധികരായ മാതാപിതാക്കളോടൊപ്പം. സാമ്പത്തികമായി ശക്തമായ കുടുംബമല്ല. വീട്ടുചെലവ്, കുട്ടികളുടെ സ്കൂൾ, വസ്ത്രം, മരുന്ന്, ഭക്ഷണം, യാത്ര എല്ലാം കണക്കാണ്. സമീറയ്ക്ക് സ്ഥിര ജോലിയില്ല, ഉയർന്ന വിദ്യാഭ്യാസമില്ല, തൊഴിൽപരമായ കഴിവ് വികസിച്ചിട്ടില്ല. വിവാഹത്തിന് ശേഷം വർഷങ്ങളോളം സാമ്പത്തികമായി മറ്റൊരാളെ ആശ്രയിച്ച് ജീവിതം. ഇപ്പോൾ ഓരോ ദിവസവും അവളെ ഒരേ ഒരു ചോദ്യം നോക്കി നിൽക്കുന്നു, നാളെ എന്ത് സംഭവിക്കും? വിദ്യാഭ്യാസത്തിൻ്റെ വില മനസ്സിലാകുന്നത് ചിലപ്പോൾ വൈകിയാണ്. സമീറ പറഞ്ഞു, സർ, എനിക്ക് പഠിക്കാൻ പല അവസരങ്ങളുണ്ടായിരുന്നു. അവളുടെ ശബ്ദം പതറി. അന്ന് തോന്നിയത്, എന്തിനാണ്, വിവാഹം കഴിഞ്ഞല്ലോ. അവൾ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ഇന്ന് ഒരു ജോലി ചോദിച്ചു പോകുമ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കാൻ ഒന്നുമില്ല.
ആ വാക്കുകളിൽ വലിയൊരു പാഠമുണ്ട്. വിദ്യാഭ്യാസം വിവാഹത്തിനുള്ള അലങ്കാരമല്ല. ജോലി പുരുഷന്മാർക്കുള്ളത് മാത്രവുമല്ല. ഒരു സ്ത്രീക്കോ പുരുഷനോ സ്വന്തമായി ജീവിക്കാനുള്ള കഴിവ്, വരുമാനം നേടാനുള്ള കഴിവ്, തീരുമാനമെടുക്കാനുള്ള ആത്മവിശ്വാസം, ഇവയെല്ലാം ജീവിത സുരക്ഷയാണ്. വിവാഹം ജയിച്ചാലും വിദ്യാഭ്യാസം വേണം. വിവാഹം പരാജയപ്പെട്ടാലും അതിൻ്റെ ആവശ്യം കൂടുതൽ മനസ്സിലാകും. അഹങ്കാരം സമീറയുടെ ജീവിതത്തിൽ മറ്റൊരു ശത്രുവായിരുന്നു. അഹങ്കാരം, ഞാൻ ആദ്യം വിളിക്കില്ല, അവൻ വരട്ടെ, അവൻ ക്ഷമ ചോദിക്കട്ടെ. ആ വാക്കുകൾ ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. അവസാനം ഇരുവരും ചോദിച്ച ചോദ്യം, ആരാണ് ആദ്യം വരേണ്ടത്? പക്ഷേ ചോദിക്കേണ്ടിയിരുന്നത്, ആരാണ് ആദ്യം ബന്ധം രക്ഷിക്കാൻ ശ്രമിക്കേണ്ടത്? ബന്ധത്തിൽ ജയിക്കാനുള്ള ശ്രമം പലപ്പോഴും ബന്ധത്തെ തോൽപ്പിക്കും. സമൂഹത്തിൻ്റെ സമ്മർദ്ദം ഇപ്പോൾ സമീറയ്ക്ക് മറ്റൊരു യുദ്ധമാണ്. സമൂഹം, ഭർത്താവ് എവിടെ? ഡിവോഴ്സായോ? കുട്ടികളുടെ ചെലവ് ആരാണ് നോക്കുന്നത്? ഇനി എന്ത് ചെയ്യും? ആരും അവളുടെ വീട്ടിലേക്ക് അരി കൊണ്ടുവന്നിരുന്നില്ല. പക്ഷേ ചോദ്യം ചോദിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. ആരും കുട്ടികളുടെ ഫീസ് നൽകി സഹായിച്ചില്ല. പക്ഷേ ഉപദേശം നൽകാൻ എല്ലാവരും ഉണ്ടാകും. ഇതാണ് സാമൂഹിക സമ്മർദ്ദത്തിൻ്റെ ക്രൂരത. ജീവിതം വഹിക്കുന്നത് ഒരാൾ, വിധി പറയുന്നത് 100 പേർ. ഭർത്താവിൻ്റെ ഭാഗവും കേൾക്കണം. ഇവിടെ സമീറയെ മാത്രം കുറ്റപ്പെടുത്താൻ നീതിയില്ല. ഭർത്താവിനും തെറ്റുകൾ ഉണ്ടായിരിക്കാം. അയാൾ കൂടുതൽ സമയം നൽകിയിരുന്നുവെങ്കിൽ, കൂടുതൽ സംസാരിച്ചിരുന്നുവെങ്കിൽ, അവളുടെ ചെറുപ്പവും അനുഭവക്കുറവും മനസ്സിലാക്കി കൂടുതൽ ക്ഷമ കാണിച്ചിരുന്നുവെങ്കിൽ, വിവാഹബന്ധം പുനർനിർമ്മിക്കാൻ കൗൺസിലിംഗ് തേടിയിരുന്നെങ്കിൽ, ഇവയും ചോദിക്കണം. പക്ഷേ ഒരേ സമയം ഭർത്താവിൻ്റെ ഹെൽപ്ലെസ്നെസ് അഥവാ നിസ്സഹായത കൂടി മനസ്സിലാക്കണം. ഓരോ ചെറിയ തർക്കത്തിനും ഭാര്യ വീട് വിട്ടു പോകുന്നു. എല്ലാ തവണയും പോയി തിരികെ കൊണ്ടുവരണം. കുടുംബാംഗങ്ങളുടെ മുന്നിൽ വിശദീകരിക്കണം. വീണ്ടും ബന്ധം തുടങ്ങണം. വീണ്ടും അതേ ആവർത്തനം. ഒരു ഘട്ടത്തിൽ ഒരാൾ മാനസികമായി ക്ഷീണിക്കാം. അവൻ്റെ ചോദ്യം ഒരേ ഒന്നായിരിക്കാം, എനിക്ക് ഭാര്യയോടൊപ്പമാണോ ജീവിക്കേണ്ടത്, അതോ ഓരോ മാസവും ബന്ധം വീണ്ടും തുടങ്ങിക്കൊണ്ടിരിക്കണോ? അവസാനം അയാൾ വിവാഹമോചനം ആവശ്യപ്പെട്ടു. ആ വാക്ക് കേട്ട ദിവസം സമീറ എന്നോട് പറഞ്ഞു, സർ, അവൻ ഡിവോഴ്സ് ചോദിച്ചപ്പോഴാണ് എനിക്ക് പേടി വന്നത്. ഞാൻ ചോദിച്ചു, മുമ്പ് പേടിയില്ലായിരുന്നോ? അവൾ കണ്ണു തുടച്ചു. മുമ്പ് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സർ, അയാൾ വരുമെന്ന്. അവിടെ തന്നെ ഈ കഥയുടെ ഏറ്റവും വലിയ വേദന കിടക്കുന്നു. നമ്മൾ ചില ബന്ധങ്ങളെ വിലമതിക്കാതെ പോകുന്നത് അവ ഒരിക്കലും അവസാനിക്കില്ലെന്ന കരുതൽ കൊണ്ടാണ്. പക്ഷെ ബന്ധങ്ങൾക്കും ഒരു പരിധിയുണ്ട്. സ്നേഹത്തിനും ക്ഷീണം വരാം, കാത്തിരിപ്പിനും അവസാനമുണ്ടാകാം. 2 പെൺകുട്ടികൾ. അവൾ സംസാരിക്കുമ്പോൾ അവളെയും കാത്ത് പുറത്ത് നിന്നിരുന്നു. ഒരാൾ അമ്മയുടെ വസ്ത്രത്തിൻ്റെ അറ്റം പിടിച്ചു, മറ്റൊരാൾ സമീറയുടെ മടിയിൽ കയറിയിരുന്നു. ചെറിയ പെൺകുട്ടി ചോദിച്ചു, അമ്മേ, നാം എപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്? സമീറയുടെ മുഖം മാറി. കുട്ടിക്കറിയില്ല അവൾ ഇപ്പോൾ ഉള്ളതും ഒരു വീട് തന്നെയാണെന്ന്. പക്ഷേ അവളുടെ മനസ്സിൽ മറ്റൊരു വീടുണ്ടായിരുന്നു, ബാപ്പയുടെ വീട്. ഞാൻ ഒന്നും ചോദിച്ചില്ല. സമീറ കുട്ടിയെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവളുടെ കണ്ണുനീർ മകളുടെ തലയിൽ വീണു. വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ ആരാണ്? പലപ്പോഴും ഭർത്താവോ ഭാര്യയോ അല്ല, കുട്ടികൾ. അവർക്ക് കോടതി ഭാഷ മനസ്സിലാകില്ല, ഈഗോ അറിയില്ല, കമ്പാറ്റിബിലിറ്റി അറിയില്ല, സെപ്പറേഷൻ അറിയില്ല. അവർക്കറിയാവുന്നത്, എൻ്റെ അച്ഛൻ എവിടെ, എൻ്റെ അമ്മ എന്തിനു കരയുന്നു, എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നില്ല. അതുകൊണ്ട് ഓരോ വിവാഹിതർക്കും കുട്ടികളുടെ മുന്നിൽ ഒരു യുദ്ധമാകുന്നതിന് മുമ്പ് മുതിർന്നവർ ചിന്തിക്കണം. മാതാപിതാക്കൾക്കുള്ള സന്ദേശം, നിങ്ങളുടെ വിവാഹിതരായ മക്കൾ വീട്ടിലേക്ക് വന്നാൽ ആദ്യം അവളെ കേൾക്കൂ. അവൾ സുരക്ഷിതയാണോ എന്ന് നോക്കൂ. പീഡനമുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കൂ. പക്ഷേ സാധാരണ അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ അഹങ്കാരത്തിന് ഇന്ധനം നൽകരുത്. അതേ സന്ദേശം മകൻ്റെ മാതാപിതാക്കൾക്കും. മകൻ്റെ എല്ലാ തെറ്റുകളും ന്യായീകരിക്കുന്നത് സ്നേഹമല്ല. മകളുടെ എല്ലാ പ്രതികരണങ്ങളും ന്യായീകരിക്കുന്നതും സ്നേഹമല്ല. നിങ്ങളുടെ മക്കളുടെ പക്ഷം പിടിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അവരുടെ ജീവിതത്തിൻ്റെ പക്ഷം പിടിക്കുന്നത്. വിവാഹപൂർവ്വ വിദ്യാഭ്യാസം എന്തിന്? നമ്മൾ വിവാഹത്തിനായി മാസങ്ങൾ തയ്യാറെടുക്കുന്നു. ഹോൾ, സ്വർണം, ഫോട്ടോഗ്രാഫി, വസ്ത്രം, ഭക്ഷണം, ഡെക്കറേഷൻ, ഹണിമൂൺ. പക്ഷേ വിവാഹ ജീവിതത്തിനായി എത്ര മണിക്കൂർ തയ്യാറെടുക്കുന്നു? ഒരു യുവാവും യുവതിയും വിവാഹത്തിന് മുമ്പ് പഠിക്കേണ്ട കാര്യങ്ങൾ: ആശയവിനിമയം, സാമ്പത്തിക ഉത്തരവാദിത്തം, അഭിപ്രായ വ്യത്യാസം കൈകാര്യം ചെയ്യൽ, ലൈംഗികവും മാനസികവുമായ പ്രതീക്ഷകൾ, കുടുംബ ഇടപെടലിന് അതിരുകൾ, കോപനിയന്ത്രണം, കരിയർ, മാതാപിതൃത്വം, വ്യക്തിപരമായ ഇടം, ഈഗോ മാനേജ്മെൻറ്റ്, പ്രശ്നപരിഹാരം. ഇവ പഠിക്കാതെ 2 പേരെ വിവാഹമണ്ഡലത്തിൽ ഇരുത്തുന്നു.
പിന്നീട് പ്രശ്നമുണ്ടായാൽ ചോദിക്കുന്നു, എന്താണ് സംഭവിച്ചത്? 19 വയസ്സുകാരിയായ സമീറയ്ക്ക് അറിയേണ്ടിയിരുന്നത് വിവാഹമെന്നത് എല്ലാ ദിവസവും റൊമാൻസ് അല്ല, എല്ലാ അഭിപ്രായത്തിലും എഗ്രിമെൻ്റ് അല്ല, എല്ലാ ദിവസവും സന്തോഷമല്ല. വിവാഹം ചിലപ്പോൾ ക്ഷമയാണ്, ചിലപ്പോൾ സംസാരിക്കലാണ്, ചിലപ്പോൾ വിട്ടുകൊടുക്കലാണ്, ചിലപ്പോൾ ഞാൻ തെറ്റി എന്ന് പറയാനുള്ള ധൈര്യമാണ്, ചിലപ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാം എന്ന് പറയാനുള്ള പക്വതയാണ്. ഞാൻ സമീറയോട് ചോദിച്ചു, ഇപ്പോൾ 19 വയസ്സുള്ള സമീറയെ കാണാൻ കഴിഞ്ഞാൽ അവളോട് എന്തു പറയും? അവൾ വളരെ നേരം മിണ്ടാതെയിരുന്നു. പിന്നീട് പറഞ്ഞു, പഠിക്കൂ എന്ന് പറയും. അവൾ വീണ്ടും നിശബ്ദയായി. ഒരു ജോലി പഠിക്കൂ എന്ന് പറയും. കണ്ണുകൾ നിറഞ്ഞു. വീട്ടിലേക്ക് ഓടിപ്പോകരുത് എന്നും പറയും. പിന്നെ വളരെ പതുക്കെ, അവൻ വരുമെന്നുറപ്പിച്ച് കാത്തിരിക്കരുത്, ചിലപ്പോൾ നമ്മളും തിരികെ പോകണം. അവിടെ എൻ്റെ സെഷൻ അവസാനിച്ചില്ല. ആ ദിവസം ഞാൻ പങ്കെടുത്ത എല്ലാവർക്കും ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു. ലീഡർഷിപ്പ് എന്നത് ഓഫീസിലെ ആളുകളെ നയിക്കുന്നതിൽ മാത്രമല്ല, സ്വന്തം വികാരങ്ങളെ നയിക്കാൻ കഴിയുന്നതും ലീഡർഷിപ്പാണ്. ഈഗോ നിയന്ത്രിക്കുന്നതും ലീഡർഷിപ്പാണ്. ബന്ധം തകരുന്നതിന് മുമ്പ് സംസാരിക്കുന്നതും ലീഡർഷിപ്പാണ്. തെറ്റിയാൽ ക്ഷമ ചോദിക്കുന്നതും ലീഡർഷിപ്പാണ്. മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ പക്വമായ ഉപദേശം നൽകുന്നതും ലീഡർഷിപ്പാണ്. സ്വന്തം ജീവിതത്തെ നയിക്കാൻ കഴിയാത്ത ഒരാൾ ഒരു സ്ഥാപനത്തെ നയിക്കാൻ പഠിച്ചാലും അവൻ്റെ ലീഡർഷിപ്പ് അപൂർണമാണ്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സമീറ മോശം സ്ത്രീ ആയിരുന്നില്ല എന്നും അവളുടെ ഭർത്താവ് നിർബന്ധമായും മോശം മനുഷ്യനാണെന്ന് പറയാനും അല്ല. രണ്ട് കുടുംബങ്ങളും തങ്ങളുടെ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ സ്നേഹം മാത്രം പോരാ, പക്വത വേണം, അറിവ് വേണം, സംസാരിക്കാൻ കഴിവ് വേണം, സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം, അതിരുകൾ വേണം, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ശീലം വേണം. മറ്റെല്ലാത്തിനും ഉപരി ഈഗോയെ ബന്ധം തകർക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയണം. സമീറയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഒരു ദിവസം എടുത്ത ഒരു തീരുമാനമായിരുന്നില്ല, ചെറിയ തീരുമാനങ്ങളുടെ ആവർത്തനമായിരുന്നു. ഓരോ തവണയും വീട് വിട്ടു പോവുക, ഓരോ തവണയും അവൻ വരട്ടെ എന്ന് കാത്തിരിക്കുക, ഓരോ തവണയും പ്രശ്നം സംസാരിക്കാതെ മാറ്റിവെക്കുക, ഓരോ തവണയും കുടുംബത്തിൻ്റെ പിന്തുണയെ ബന്ധപരിഹാരത്തിനായി പകരം ഉപയോഗിക്കുക. അങ്ങനെ ഒരു ദിവസം അകൽച്ച ആരംഭിക്കുന്നു. 2 ദിവസത്തെ അകലം 2 ആഴ്ചയാകുന്നു, 2 മാസമാകുന്നു, അങ്ങനെ 8 മാസമായി, അവസാനം വർഷങ്ങളായി. അതുകൊണ്ട് ഓർക്കുക, ശരീരം അകന്നപ്പോൾ മനസ്സുകളും അകന്നു തുടങ്ങും. പക്ഷേ അഹങ്കാരം അകന്നാൽ ചില ബന്ധങ്ങൾ വീണ്ടും അടുത്തു വരാം. വിവാഹ ജീവിതത്തിൽ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരാണ് ജയിച്ചത് എന്നല്ല, ബന്ധം രക്ഷപ്പെട്ടോ എന്നാണ്. ഒരു വിവാഹത്തെ രക്ഷിക്കാൻ ചിലപ്പോൾ വലിയൊരു അത്ഭുതം ആവശ്യമില്ല. ഒരാൾ ആദ്യം ഫോൺ ചെയ്യുക, ഒരാൾ ആദ്യം ക്ഷമ ചോദിക്കുക, ഒരു മാതാപിതാവ് ശരിയായ ഉപദേശം നൽകുക, ഒരു ദമ്പതികൾ ഈഗോയേക്കാൾ ജീവിതത്തെ തിരഞ്ഞെടുക്കുക.